അൽഹംദുലില്ലാഹ് വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യരായ വേദിയിലെ അധ്യാപക സഹോദരങ്ങളെ, സംഘാടകരെ, സഹോദരീ സഹോദരന്മാരെ, ഈ ദഅ്വാ സമ്മേളനത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ ഇവിടെ ഇതിൽ എത്തിച്ചേരാൻ എനിക്ക് കഴിഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കാനല്ല, എൻ്റെ ഊഴം യഥാർത്ഥത്തിൽ നാളെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചില വിഷയങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ എത്തി. ഏതായിരുന്നാലും അങ്ങനെ എൻ്റെ സംസാരം ഇതിലും കടന്നു വരുന്നില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ കാരണം നമ്മുടെ ഷുക്കൂർ സലാഹി ഇവിടെ വരുന്നത് ഞാൻ നേരത്തെ കണ്ടിരുന്നു. അത് വെച്ച് ഞാൻ അതിൽ അവസരമുണ്ടാക്കുക എന്നാണ് എൻ്റെ ചിന്ത. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് നിർവഹിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതേറെ സന്തോഷകരമാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ 1964 ഇവിടെ കടന്നു വന്നു. അങ്ങനെ ഒരു അനുഗ്രഹമുണ്ടായി. ആ അധ്യാപനം തുടങ്ങിയ വർഷം അതാണ്. അതേ വർഷം തന്നെയാണ് എൻ്റെ ബഹുമാന്യനായ 2 ആഴ്ച മുമ്പ്, 2 ആഴ്ചയാവുന്നു, നിര്യാതനായ പ്രിയങ്കരനായ മദനി ഇവിടെ അധ്യാപനത്തിൽ വന്നത്. എനിക്ക് താങ്ങും തണലുമായി പല വിധേനയും അന്ന് മുതൽ ഇവിടെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇവിടുത്തെ മറ്റേ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടുമൊക്കെ എനിക്ക് അങ്ങനെ കഴിഞ്ഞുകൂടാനുള്ളൊരവസരം അള്ളാഹു നൽകി. പിന്നെ അങ്ങനെ നമ്മുടെ സംസ്ഥാന തലത്തിൽ കേന്ദ്രൻ്റെയും ജില്ലാ തലങ്ങളിൽ പ്രത്യേകിച്ചുമൊക്കെ 10-27 വർഷം എൻ്റെ കൂടെ എനിക്ക് എല്ലാ വിധത്തിലും എന്നെ സഹായിച്ച, അതേപോലെ തന്നെ ഒരുപാട് വ്യക്തികളെ ഞങ്ങൾക്ക് കണ്ടുമുട്ടാനും ആശയരംഗത്ത് അവരെ ഉപയോഗപ്പെടുത്താനും സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷമുണ്ടായിരുന്നു. രോഗബാധിതനാണ് എന്ന് അദ്ദേഹത്തിന് തികച്ചും അറിയാം. എന്നിരുന്നാലും രോഗം ബാധിച്ചൊരു സ്വഭാവത്തിൽ അദ്ദേഹം പെരുമാറാറില്ല. മരണത്തിൻ്റെ അടുത്ത ദിവസങ്ങൾ മുമ്പ് വരെ നമ്മുടെ സെക്രട്ടേറിയറ്റിലും അതേപോലെ മറ്റ് കൗൺസിലുമൊക്കെ വരികയും വേണ്ട വിധത്തിൽ ആഴത്തിൽ തറയ്ക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഒരു മഹാനുഭാവനായിരുന്നു അദ്ദേഹം. ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, പ്രസ്ഥാനത്തിനും അങ്ങനെ തന്നെയാണ്. ഒരു കനത്ത നഷ്ടമായി അത് വന്നു. ഏതായിരുന്നാലും അള്ളാഹു അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇവിടെ നിന്ന് പിരിഞ്ഞ് ഒരു രാജകീയ സ്വഭാവത്തിൽ തന്നെ എന്ന് പറയാം, ആ വിധത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി അദ്ദേഹം പോയി. പരലോകം എല്ലാ വിധത്തിലും എല്ലാ അർത്ഥത്തിലും സുഖകരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതേ വിധത്തിൽ നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ യോഗ സമ്മേളനത്തിന്, ഈ ദഅ്വാ സമ്മേളനത്തിന് എല്ലാവിധ മനസ്സറിഞ്ഞ തികഞ്ഞ നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.